സ്വർണം ലോക്കറിൽ വെക്കുന്ന ശീലം പണ്ടേ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിനി 73-കാരി റോസമ്മയ്ക്കില്ല. 2024 നവംബർ 21-ന് ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് 80 പവൻ സ്വർണം റോസമ്മ സഹോദരിയെ ഏൽപ്പിച്ചു. ഇതിനു മുമ്പും റോസമ്മ യാത്ര പോകുമ്പോൾ സ്വർണം സഹോദരിയെ ഏൽപ്പിക്കാറാണ് പതിവ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹോദരി സ്വർണം റോസമ്മയെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യും. ദുബായ് യാത്ര കഴിഞ്ഞ് 2025 ജനുവരി 20-ന് റോസമ്മ നാട്ടിലെത്തി. സഹോദരിയോട് സ്വർണം തിരികെ ചോദിച്ചു. നിരാശയായിരുന്നു ഫലം. സഹോദരിയുടെ മകൾ സ്വർണം കൈക്കലാക്കിയതായി പത്തനംതിട്ട പോലീസിൽ റോസമ്മ പരാതി നൽകി ഇപ്പോൾ 3 മാസമായി. ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മാസാവസാനമായതിനാൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് അറിയിച്ചതെന്ന് റോസമ്മ പറഞ്ഞു. ഇപ്പം ഞാൻ വന്നത് അതാ ഇപ്പം ഇതിനകത്ത് അന്ന് തൊട്ട് നടക്കുമോ, വന്നതിൻ്റെ അന്ന് തൊട്ട് നടക്കുമോ. പോലീസൊക്കെ അവൾ കാണേണ്ട പോലെല്ലാം പോലീസൊക്കെ അങ്ങ് നമുക്ക് അനുകൂലമായിട്ടൊന്നും അവരുടെ ഇതിനകത്തൊന്നും ഇല്ല. മാസാവസാനമായിട്ട് കേസെടുക്കാൻ ഒക്കത്തില്ല. തൻ്റെ സ്വർണം തനിക്ക് കിട്ടിയേ തീരൂ. വിശ്വാസവഞ്ചനയല്ലേ ഉറ്റവർ തന്നോട് ചെയ്തത്. സ്വർണം തട്ടിയെടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിൻ്റേതെന്നും റോസമ്മ ആരോപിച്ചു. ഞാൻ പിന്നെ മോടെടുത്ത് പോകാൻ നേരത്തെ സാധാരണ എപ്പോഴും അങ്ങനെ അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. ചേട്ടത്തിയെല്ലാം വിശ്വസിച്ച്. പണത്തെക്കാളും സ്വർണത്തെക്കാളും ഒക്കെ വലുത് രക്തബന്ധമാണെന്നാണ് താൻ കരുതിയതെന്നും അതുകൊണ്ടാണ് 80 പവൻ സ്വർണം സഹോദരിയെ ഏൽപ്പിച്ചതെന്നും റോസമ്മ പറയുന്നു. സ്വർണം തട്ടിയെടുത്തവരെ പോലീസ് സംരക്ഷിച്ചിട്ടില്ലെന്നും ബന്ധുക്കളായതിനാൽ സ്വർണം തിരികെ കൊടുക്കാൻ സമയം നൽകിയതാണെന്നും സ്വർണം തിരികെ കൊടുക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ലെങ്കിൽ ഉടൻ കേസെടുക്കുമെന്നും പത്തനംതിട്ട പോലീസ് വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.